കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിലമ്പൂരിൽ ഞാൻ നടത്തിയ ചില പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഞാൻ വലിയ മുസ്ലിം വർഗീയവാദിയാണെന്ന് സമർത്ഥിക്കുവാൻ ചില മാധ്യമങ്ങളും അതിൽ പറഞ്ഞതും പറയാത്തതുമായ ചിലത് എരിവും പുളിയും ഒക്കെ ചേർത്ത് വളരെ സമർത്ഥമായി ചാനലിലെല്ലാം ചർച്ചകൾ വന്നു. ഞാൻ കേട്ടു. നിങ്ങളതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദമായി മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിലേഴ്സ് ഏറെയുള്ള, അവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളെന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിം തമ്മിൽ നോക്കിയാൽ ഏതാണ്ട് സമാസമം ഉള്ളൊരു പ്രദേശമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം. ആ ക്രിസ്ത്യാനികളോട് ചേർന്നാൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഇപ്പോഴാണ് ഭൂരിപക്ഷം. എന്തും ആട്ടെ, ഞാൻ അവിടെ ചെന്നു. അവിടെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നി നിൽക്കുന്നൊരു പ്രദേശം. ആ പ്രദേശത്ത് ഈഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന കർഷകരിരിക്കുന്ന എൻ്റെ സമുദായത്തിൻ്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ദുഃഖം പറയാൻ തുടങ്ങി എത്ര നാളായി. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് കെട്ടിപ്പിടിച്ച് സഹോദരന്മാരെ കൂട്ട് പാർലമെൻ്ററി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, അങ്ങനെ എവിടെയെല്ലാം പറ്റുന്നു അവിടെയെല്ലാം മാർച്ചുകളെല്ലാം നടത്തി ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എന്താ ചെയ്തത്? നമ്മൾ ഭരണത്തിൽ വന്നാൽ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി, നമ്മളെല്ലാം ഭരണത്തിൽ വന്നാൽ, അന്ന് ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവരാണ്, വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള കുറവുകൾ പരിഹരിച്ച് തന്നിരിക്കുന്നവരെല്ലാം ഒച്ചത്തിൽ പറഞ്ഞാണ്. അതിനു വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചു ഈ സമ്മേളനങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞു ഭരണത്തിൽ വന്നു എന്നിട്ട് ഞാനിവിടെ എല്ലാം പുറകണം. എന്തിന് ഭരണം ഇറങ്ങിപ്പോകുന്ന സമയമുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം UDF. എന്നിട്ട് പോലും മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ്, അതെങ്കിലും ഒന്ന് എഴുതിട്ടാക്കുക തന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈഴവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളോ കോളേജോ ഒറ്റെണ്ണം പോലും ആ ജില്ലയിലില്ല. അതേസമയത്ത് മറ്റുള്ള സമുദായത്തിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജ് തന്നെ 11 ഉണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ MESനുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ മുസ്ലിം ലീഗിലെ ചില സമുദായക്കാരുടെ കയ്യിലാണ്. പറഞ്ഞാൽ ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാരാണ് അതിൻ്റെ ഉടമസ്ഥൻ. അതിന് സാധാരണക്കാർക്കോ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയായ MESനോ അല്ല. അവർക്കൊന്നോ രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നന്മാർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനം. അതോടൊപ്പം മറ്റൊന്ന് ആലോചിക്കണം. ഒരു എയ്ഡഡ് കോളേജ് തുടങ്ങണമെങ്കിൽ 5 ഏക്കർ വേണം. ആ 5 ഏക്കർ സമ്പാദിച്ചുകൊണ്ടാണ് അവർ 11 ഏക്കർ എയ്ഡഡ് കോളേജ് ഉണ്ട്. എങ്കിൽ അറബിക് കോളേജ് ഉണ്ട് 6 ഈ അറബിക് കോളേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് അറബി പഠിപ്പിക്കാനല്ല. അറബി അല്ല അവിടെ പഠിപ്പിക്കുന്നത്, അറബിയും പഠിപ്പിക്കുന്നുണ്ട്. അത് എയ്ഡഡാണ്. അതിന് 2.5 ഏക്കർ മതി. 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അറബിക് കോളേജായി. അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ UGCയുടെ സാലറിയോടുകൂടി അവിടെ അധ്യാപകരെ നിയോഗിച്ച് സർക്കാരിന് ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ എത്രയായി? 11, 6, 17 എയ്ഡഡ് കോളേജുകൾ അവർക്ക് അവിടെയുണ്ട്.
അറബിക് കോളേജിലും കോമേഴ്സും ഒക്കെ ഉണ്ട്. ഒരു തർക്കമില്ല. അതിനുള്ള നിയമവും ചട്ടവും സ്വാധീനവും രാഷ്ട്രീയത്തിൽ അവർ നേടിയെടുത്തവരുണ്ടാക്കി, നല്ലത് തന്നെ. ഇതെല്ലാം നടമ്പോഴും നമ്മളെല്ലാം ഒന്നാണ്, പിന്നോക്കമാണ്, സംവരണമാണ്, മുന്നണിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ചോദിച്ചിട്ട് ആ അണ്ണയുടെ കോളേജ് പെരിന്തൽമണ്ണ ഉണ്ടല്ലോ ഞങ്ങൾക്ക്, അതൊന്ന് എഴുതറ്റാക്കിയതെന്താ എന്നിട്ട് പോലും തരാതെ ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോൾ പോലും ഒപ്പിട്ടെടുത്തപ്പോൾ എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല, ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ SNDP യോഗമല്ലേ ശക്തമായ നേതൃത്വം? അതുകൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമുണ്ട്. ഈ ലീഗുകാരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പറാക്കിയ ആരാണ്? നമ്മൾ 12ഓളം വോട്ട് ഈഴവൻ്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട്ടുണ്ട്, തിരക്കെട്ടുക. ഈ ലീഗ് അവർക്ക് ഒറ്റ വോട്ട് കൊടുത്തോ? മറ്റു പലരും കൊടുത്തു. നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ. നമ്മുടെ ജാതിയിൽ ആളില്ലായിട്ടാണോ? ആ റഹീമിനെ സിൻഡിക്കേറ്റ് ആക്കില്ലേ? നമുക്ക് മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വോട്ട് വേറെ നമ്മുടെ സമുദായത്തിൽ കൊടുത്ത സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാക്കാമായിരുന്നല്ലോ. വേണ്ട, റഹീം. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ അടുത്ത റഹീമാണ്. SN ട്രസ്റ്റിൻ്റെ ഓഡിറ്റർ ആരാണ്? 10-30 കൊല്ലമായിട്ട് റഹീം അസോസിയേറ്റാണ്. അദ്ദേഹം ആരാണ്? MESൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ ജില്ല. നമ്മൾ ആരും മാറ്റിയിട്ടില്ലല്ലോ. ഇന്ന് അനുസരിക്കാൻ തുടങ്ങുകയല്ലേ. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടോ എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചതല്ലേ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വേളാപ്പള്ളി ഭരണം ഞങ്ങളുടെ കൂടെ, തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പം ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ. ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായൊരു അനുഭവം കിട്ടിയത്. മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ലവരുണ്ട്, പക്ഷേ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിങ്ങളുണ്ട്. ഒരു ചാനൽ കയറി പറയുന്നത് 76 ഉണ്ടാവും. ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. എന്ത് കള്ളത്തരമാണ് പറയുന്നറിയാമോ ചാനൽ? കാരണം പരസ്യം കിട്ടാൻ വേണ്ടിയാണ്. ആയിക്കോട്ടെ, അതിന് ഞാൻ ഈ പാമ്പ് വെച്ച് ഈ സമുദായത്തെ നശിപ്പിച്ചിട്ട് വേണം. 56% നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, തിരുവണ്ണാമല, തവന്നൂർ, നിലമ്പൂർ, തിരുനാവായ, ഇങ്ങനെ ഏതെല്ലാം 5ഓളം, 4 മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. നിലമ്പൂർ മാത്രമാണ് സമാസമം. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തർ. ചാനലും അങ്ങനെ പറയല്ലേ 76% ഉണ്ടെന്ന്. പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ എങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം എടുത്ത 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈ സമുദായവും പിന്നോക്ക സമുദായത്തെയും കൊണ്ടു നടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടു നടന്നു ഞങ്ങൾ. എത്രയോ ലക്ഷം രൂപ പാർലമെൻറ്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത്. എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്.
ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി? ഇവരല്ലേ? ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠമല്ലേ? ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുമോ? അവരെല്ലാം തകർത്തുകയും കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ കയ്യിൽ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്തു നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിൻ്റെ ആസ്ഥാനം, SN ട്രസ്റ്റിൻ്റെ ആസ്ഥാനം, ഈഴവരേറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്നെ ആദ്യ നിർത്ത ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. LDFൻ്റെ അല്ല, UDFൻ്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രി എഡിറ്റോറിയൽ എഴുതില്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ എതിർക്കുകയാണ്. അപ്പോൾ മതേതരവാദികളാണ് അവർ. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ് അവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത പുലർത്തും. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നതും പറഞ്ഞിരിപ്പിക്കുന്നതും ആരാ? നിങ്ങൾ നാലോചിച്ചോ. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്തിൽ, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്രയും 56% ഇല്ലല്ലോ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ ഇതുവരെ നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? പിന്നെ നിങ്ങൾ നടത്തണമെന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേരെ നോമിനേറ്റ് ചെയ്തു പാർലമെൻറ്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുംബാടുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണം, മൂല്യ സംരക്ഷണം, ഞാൻ രാജീവ് ഇതാരും അല്ലല്ല എന്നെ കൊണ്ടാണ് അവിടെ ഇരുത്തിയത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കുന്നത് ഇരിക്കണേ. ഞാൻ അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കണമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടുവരുത്തിയത്. അപ്പോൾ അതെല്ലാം അവർ ഒന്നായി നിന്നു. കാരണം 5 MLA MP ആരാണ്? ഒറ്റ സമുദായം, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. അവിടെ പോലും മതേതരം പറയുന്ന ഇവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ഈ ന്യൂനപക്ഷങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതാണ് രണ്ടാമത്തെ ഒരു ആക്രമണം. മൂന്നാമത്തതാണ് ഈ പ്രതി. ഒന്നല്ല, ഇപ്പം എൻ്റെ നേരെ ആക്രമിക്കുന്നത് മൂന്നാമത്തതാണ്. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ടു നടന്നതല്ലേ അങ്ങനെ ഒരുപാട് നാൾ. ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് എതിർക്കുന്നത്? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ചീത്ത പറയിപ്പിക്കുന്നു. എല്ലാവരും പാലിച്ച് ചെയ്തെങ്കിലും പറയിപ്പിക്കണ്ടേ? മുസ്ലിങ്ങളോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് എൻ്റെ കേസെടുക്കാൻ ഞാൻ എന്നെ മുന്നാക്കിയിട്ടാണ്. ഞാനൊരു സമുദായത്തിന് എതിർത്തില്ല, മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല, അവരോടൊരു വിദ്വേഷം പറഞ്ഞില്ല. ഒരു വിദ്വേഷം ഒരു സമുദായത്തോടും പറയാതെ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് സംസ്ഥാനമാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്ന് ആലോചിച്ചു. അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. നിങ്ങൾക്കറിയാമോ? അടിമകളാണ് അവിടെ നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് ഉടമകളാകാൻ സാധിക്കുന്നില്ല?